വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യാത്ത എന്യൂമറേഷൻ ഫോമുകളും വിതരണം ചെയ്തു എന്ന ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്ന വാർത്തയിൽ നടപടിയെടുത്തുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എത്തുകയാണ്. വിഷയം അന്വേഷിക്കാൻ ഉച്ചയ്ക്ക് എല്ലാ ജില്ലകളിലെയും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിർദ്ദേശം നൽകാൻ പാടില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നറിയിപ്പ് നൽകി. സുപ്രഭാതം ന്യൂസിൽ വന്ന വാർത്തയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടിയുമായി മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന വ്യാപകമായി BLOമാർക്ക് വിതരണം ചെയ്യാത്ത ഫോമുകളും വിതരണം ചെയ്തതായിട്ട് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശം ലഭിച്ചത്. SIR എന്യൂമറേഷൻ ഫോം വിതരണം സംസ്ഥാനത്ത് പൂർത്തിയായി എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു അധികൃതരുടെ ഈ ശ്രമം ഉണ്ടായത്. രാജ്യത്ത് 12 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി നടക്കുന്ന SIRലെ എന്യൂമറേഷൻ ഫോം വിതരണത്തിൽ ഏറ്റവും പിന്നിലാണ് കേരളം. ഇത് മറികടക്കുന്നതിനായിട്ട് എന്യൂമറേഷൻ ഫോം വോട്ടർമാർക്ക് വിതരണം ചെയ്യാതെ തന്നെ ചെയ്തു എന്ന് ആപ്പിൽ രേഖപ്പെടുത്താനാണ് BLOമാർ ഇന്നലെ ലഭിച്ച നിർദ്ദേശം. ഫോം പിന്നീട് വിതരണം ചെയ്താൽ മതിയെന്നും ഇപ്പോൾ ആപ്പിൽ വിതരണം ചെയ്തതായിട്ട് രേഖപ്പെടുത്താനുമായിരുന്നു നിർദ്ദേശം നൽകിയത്. ഇതോടെ വോട്ടർമാർക്ക് ലഭിക്കേണ്ട എന്യൂമറേഷൻ ഫോം ലഭിക്കാതെ വരികയും 2025 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ 2,78,50,855 വോട്ടർമാർക്കാണ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യേണ്ടതുള്ളത്. ഇതിനായിട്ട് 24,468 ഉദ്യോഗസ്ഥരെയാണ് BLOമാരായിട്ട് നിയോഗിച്ചിരിക്കുന്നതും. വിതരണം ചെയ്ത ഫോമുകൾ വോട്ടർമാർ പൂരിപ്പിച്ച ശേഷം BLOമാർ തിരികെ വാങ്ങി പരിശോധിച്ച ശേഷം ആപ്പിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് അനുസരിച്ചാണ് അടുത്ത മാസം 9 കരട് പട്ടിക പുറത്തിറക്കുക. ഫോം തിരികെ നൽകാത്തവരും BLOമാർ ഫോം വിതരണം ചെയ്യാത്തവരും പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും. വിതരണം ചെയ്യുന്ന എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ടെങ്കിലും തിരികെ ലഭിക്കുന്നവരുടെ എണ്ണം പ്രസിദ്ധീകരിക്കുന്നില്ല. ഇതിനെ ആശ്രയിച്ചായിരിക്കും കരട് പട്ടികയിൽ നിന്നും പുറത്താക്കുന്നവരുടെ എണ്ണം. ഇതിനു പുറമെ BLOമാർ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി എന്യൂമറേഷൻ ഫോമുകൾ കൃത്യമായി വിതരണം ചെയ്യാതിരിക്കുകയോ തിരികെ ലഭിക്കുന്ന ഫോമുകൾ കൃത്രിമം കാണിച്ചാലോ കരട് പട്ടികയിൽ നിന്നും വോട്ടർമാർ പുറത്താകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് കരട് പട്ടിക വന്ന ശേഷം പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രചാരണമാണ് കേരളത്തിൽ നടക്കുന്നത്. അതിനിടയിലാണ് ഈ എന്യൂമറേഷൻ ഫോമിന്റെ വക ഒരു തട്ടിപ്പും. ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിരോധം തീർക്കുന്നത് കോൺഗ്രസ് പട തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നടത്തുന്ന പ്രൊട്ടസ്റ്റ് അത് ശക്തമായി തന്നെ കേരളത്തിലും അലയടിക്കുന്നുണ്ട്. അതേസമയം SIRൽ കൃത്യമായ ഉത്തരം 2 ആഴ്ചക്കകം നൽകണമെന്ന് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ഭാങ്ചി എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത്. കൂടാതെ അതത് സംസ്ഥാനങ്ങളിലെ SIRന്റെ സാധ്യത സംബന്ധിച്ച വാദം കേൾക്കൽ നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഹൈക്കോടതികളോട് ഉത്തരവ് ഇട്ടിട്ടുമുണ്ട്.